നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുകയാണ്. നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. നോക്കാം, നിങ്ങൾക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ച് ഏകദേശം ധാരണ ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ABC company has currently all equity structure consisting 50,000 equity shares of ₹100 each. അപ്പോൾ നിലവിൽ 15,000 ഇക്വിറ്റി ഷെയർസ് ആണുള്ളത്. 15,000 equity shares of ₹100 each, അതായത് 15 lakh. The management is planning to raise another 25 lakh. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 25 ലാഖും കൂടിയും ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നുണ്ട്. മേജർ എക്സ്പാൻഷൻ ആൻഡ് കൺസിഡർ 3 ഓൾട്ടർനേറ്റീവ് മെത്തേഡ്. ഈ 25 ലാഖ് കമ്പനിക്ക്, അതായത് ഫിനാൻഷ്യൽ മാനേജർക്ക് എന്തുണ്ട്, 3 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ടു ഇഷ്യൂ 25,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 100 ഈച്ച്. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, 25 ലാഖ് റേസ് ചെയ്യാൻ പറ്റും. 25,000 ഇക്വിറ്റി ഷെയർസ് 100 വെച്ചിട്ട്. അതല്ല 25,000 8% ഡിബെഞ്ചേഴ്സ് 100 ഈച്ച്. ആ രീതിയിൽ 25 ലാഖ് റേസ് ചെയ്യാൻ പറ്റും. അതേപോലെ ടു ഇഷ്യൂ 25,000 8% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 ഈച്ച്. ആ രീതിയിലും 25 ലാഖ് ഏൺ ചെയ്യാൻ പറ്റും. ദ കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്ന EBIT, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, 8 ലാഖ് ആണ്. അസ്യൂമിങ് എ കോർപ്പറേറ്റ് ടാക്സ് 50% ഉണ്ട്. ഡിറ്റർമൈൻ ദ ഏർണിംഗ് പെർ ഷെയർ ഇൻ ഈച്ച് ഓൾട്ടർനേറ്റീവ്സ്. ഇപ്പോൾ ഏർണിംഗ് പെർ ഷെയർ ആണ് കാണേണ്ടത്. ഏർണിംഗ് പെർ ഷെയർ കാണുമ്പോൾ ഇക്വിറ്റി ഷെയർസിൻ്റെതാണ് ഏർണിംഗ് പെർ ഷെയർ. ഓരോ ഓൾട്ടർനേറ്റീവ് വെച്ച് നോക്കുമ്പോൾ ഏർണിംഗ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യാനാണ് ഫിനാൻഷ്യൽ മാനേജർ ശ്രമിക്കുക. കാരണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കാനാണ് ആര് ശ്രമിക്കുക, മാനേജ്മെൻറ്റ് ശ്രമിക്കുക. നോക്കാം, അതിൻ്റെ ആൻസറിലേക്ക് നോക്കാം. ഇതാണ് എൻ്റെ ആൻസർ. 3 ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഇക്വിറ്റി ഫിനാൻസിങ് മാത്രമായിട്ടുണ്ട്. ഡെപ്റ്റ് ഫിനാൻസ്, അതായത് ഡിബെഞ്ചേഴ്സ് മാത്രം. പിന്നെ മൂന്നാമത്തെ കേസ് പ്രിഫറൻസ് ഷെയർസ്. ഇപ്പോൾ EBIT തന്നിട്ടുണ്ട്, 8 ലാഖ് ആണ് തന്നിട്ടുണ്ട്. ഇത് ലാക്കിലാണ് കൊടുത്തത്. 8 ലാഖാണ്. EBIT എന്ന് പറയുന്നത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടുക എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സെയിൽസ് ഉണ്ടാവും, സെയിൽസിൻ്റെ അകത്ത് വേരിയബിൾ കോസ്റ്റ് കുറച്ചു, അപ്പോൾ കോൺട്രിബ്യൂഷൻ കിട്ടി. കോൺട്രിബ്യൂഷൻ്റെ അകത്ത് ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ച എമൗണ്ടാണ് എന്ത് പറയുന്നത്, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത്. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇതിൽ നിന്ന് എന്താ കുറക്കുക എന്ന് പറഞ്ഞാൽ, എന്ത് കുറക്കും, ഫസ്റ്റിൽ ഇൻട്രസ്റ്റ് കുറക്കും. അപ്പോൾ ഏർണിംഗ് ആഫ്റ്റർ ടാക്സ്, ഏർണിംഗ് ബിഫോർ ടാക്സ് കിട്ടും. ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് കിട്ടും. അതിനുശേഷം ടാക്സ്, ഇപ്പോൾ ഇൻട്രസ്റ്റ് കുറച്ചെന്ന് വിചാരിച്ചോ, ഈ എമൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിന് എന്ത് പറയും, ഏർണിംഗ് ബിഫോർ ടാക്സ് എന്ന് കിട്ടും. അതിൻ്റെ അന്ന് ടാക്സ് കുറക്കാം. ടാക്സ് കുറച്ചാൽ ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് കിട്ടും. അതിൻ്റെ അന്ന് വീണ്ടും എന്ത് കുറക്കാം, പ്രിഫറൻസ് ഷെയർസിന് ഡിവിഡൻഡ് കൊടുക്കാം. ബാക്കി വരുന്ന എമൗണ്ടാണ് ആയിരിക്കുള്ളത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളത്. നോക്കാം, ഇപ്പോൾ ഇവിടെ 3 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. EBIT കിട്ടിയിട്ടുണ്ട്. EBIT ക്വസ്റ്റിൻ്റെ അകത്ത് തന്നതാണ്, 8 ലാഖാണ്. 8 ലാഖ് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പിന്നെ വരുന്നത് ഇൻട്രസ്റ്റ് ആണ് കുറക്കേണ്ടത്. EBITന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുന്നു. ഫസ്റ്റ് കേസിൽ ഇൻട്രസ്റ്റ് ഇല്ല, കാരണം ഫുൾ എന്താണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ്. അതായത് 15,000ഉം 25,000 പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് ഫുള്ളായിട്ട് എന്താണ്, ഇക്വിറ്റി ഷെയർസ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഇല്ല. രണ്ടാമത്തെ കേസിൽ എന്തുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. നോക്കാം, ഇതാണ് രണ്ടാമത്തെ കേസ് വരുന്നത്. ഫസ്റ്റ് കേസ് എന്താണ്, ടു ഇഷ്യൂ 25,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ച്. രണ്ടാമത്തെ കേസിൽ 25,000 എന്താണ്, ഡിബെഞ്ചേഴ്സ് ആണ്. അപ്പോൾ 25,000ൻ്റെ 8% എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 25,000 ഇൻറ്റു 8/100 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ 2 ലാഖ് കിട്ടും. 2 ലാഖാണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ ഇതാണ് രണ്ടാമത്തെ കേസ്. 2 ലാഖ് മൈനസ് ചെയ്തു. അപ്പോൾ ഏർണിംഗ്
ആഫ്റ്റർ ഇൻട്രസ്റ്റ് ബട്ട് ബിഫോർ ടാക്സ് കിട്ടി. ഇവിടെ ഫസ്റ്റ് കേസിൽ ഇക്വിറ്റി ഷെയർസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ല, ആ 8 lakh തന്നെ കിട്ടും. രണ്ടാമത്തെ കേസിൽ 2 lakh എന്തുണ്ട്, 2 lakh ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട്. മൂന്നാമത്തെ കേസിലും എന്തില്ല, കാരണം ഇൻട്രസ്റ്റ് അല്ല കൊടുക്കേണ്ടത്, പ്രിഫറൻസ് ഷെയർസാണ്, അവർക്ക് ഡിവിഡൻ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം എന്ത് കിട്ടി, 8 lakh ഇൻട്രസ്റ്റ് കുറച്ചു, അപ്പോൾ 8 lakh തന്നെ കിട്ടി. രണ്ടാമത്തെ കേസിൽ 8 lakh 2 lakh കുറച്ചപ്പോൾ 6 lakh കിട്ടി. ഇവിടെ 8 lakh ആണ്, ഇവിടെ 6 lakh ആണ്, ഇവിടെ 8 lakh തന്നെയാണ്, കാരണം ഇവിടെ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ 50% ടാക്സ് എന്ന് ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ 8 lakh 50% 4 lakh, ഇവിടെ 6 lakh ആണ്, അപ്പോൾ എന്താ 50% 3 lakh ആണ്. ഇവിടെ 8 lakh 50% 4 lakh ആണ്. അപ്പോൾ ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് കിട്ടി 4 lakh, 3 lakh, 4 lakh. ഇനി പ്രിഫറൻസിൻ്റെ ഡിവിഡൻഡ് കൊടുക്കണം. ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസിലും പ്രിഫറൻസ് ഷെയർസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കൊടുക്കുന്നില്ല. മൂന്നാമത്തെ കേസിലാണ് എന്ത് വരുന്നത്, 2 lakh വരുന്നത്. അതായത് മൂന്നാമത്തെ കേസ് നോക്കാം. മൂന്നാമത്തെ കേസിൽ ടു ഇഷ്യൂ 25,000 8% വിട്ടുപോയതാണ്. 8% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 each. അപ്പോൾ 25 lakh അല്ലേ, 25 lakh ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 100 എന്ത് കിട്ടും, 2 lakh കിട്ടും. ഇപ്പോൾ പ്രിഫറൻസിൻ്റെ ഡിവിഡൻറ്റ് എന്താണ്, 2 lakh ആണ്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് ഫസ്റ്റ് സെക്കൻഡ് കേസിലും എന്തില്ല, പ്രിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ഡിവിഡൻറ്റ് കൊടുക്കേണ്ട. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഇവിടെ 4 lakh കിട്ടും. ഈ ഇക്വിറ്റി അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ഏർണിംഗ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 4 lakh. രണ്ടാമത്തെ കേസിൽ 3 lakh, മൂന്നാമത്തെ കേസിൽ 2 lakh. ഇതാണ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന എന്ത് ഏർണിങ്സ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഇക്വിറ്റി ഷെയർസ് 40,000 ആണുള്ളത്, കാരണം നിലവിൽ 15,000 ഉണ്ട്, കൂടാതെ പുതുതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 25,000 ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വരുന്നത് 40,000 ആണ്. അപ്പോൾ 40,000 എത്രയാണ് ബാക്കിയുള്ളത്, 4 lakh ആണ് ഇവിടെ ബാക്കിയുള്ളത്. അപ്പം 4 lakh ഡിവൈഡഡ് ബൈ 40,000, 4 lakh ഡിവൈഡഡ് 40,000 എത്ര കിട്ടും, ₹10 കിട്ടും. അങ്ങനെയാണ് ഇവിടെ 10 കിട്ടിയത്. 4 lakh ഡിവൈഡഡ് ബൈ 40,000. ഇവിടെ രണ്ടാമത്തെ കേസിൽ ഇവിടെ ആകെയുള്ളത് 15,000 ആണ്, കാരണം ഇവിടെ ഡിബെഞ്ചറാണ് വീണ്ടും ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് ആദ്യമുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ, 15,000 ഉള്ളൂ. അപ്പോൾ 3 lakh ഇവിടെ വരുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള 3 lakh ആണ്. അപ്പോൾ 3 lakh ഡിവൈഡഡ് ബൈ 15,000. അപ്പോൾ ഇവിടെ എത്ര വരും, 20 വരും. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ എത്ര വരും, ഏർണിംഗ് പെർ ഷെയർ ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ 20 ആണ്. ഇവിടെ 13.33 ആണ്. ഇവിടെ എങ്ങനെ വരിക, 2 lakh ഡിവൈഡഡ് ബൈ 50,000. അപ്പോൾ 13.33 വരും. അപ്പോൾ ഏർണിംഗ് പെർ ഷെയർ 3 കേസിലും വ്യത്യാസമായിട്ടാണ് കിട്ടുന്നത്. ഫുള്ള് ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ ഏർണിംഗ് പെർ ഷെയർ 10 ഉള്ളൂ. രണ്ടാമത്തെ കേസിൽ ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, അപ്പോൾ 20 വരുന്നുണ്ട്, ഏർണിംഗ് പെർ ഷെയർ 20 വരുന്നുണ്ട്. മൂന്നാമത്തെ കേസിൽ പ്രിഫറൻസ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ 13.33 ആയിരിക്കും. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.